അപ്പോൾ നമ്മളെ വീടിൻ്റെ മുന്നിലുള്ള അവസ്ഥയുണ്ട്, സിറ്റൗട്ടുള്ള അവസ്ഥയാണ്. നിങ്ങൾ എവിടെ നോക്കിയാലും ഷൂവും ചെരുപ്പൊക്കെയാണ്. അപ്പോൾ ഇതിനൊരു പരിഹാരമായിട്ട് നമ്മൾ ഫ്ലിപ്കാർട്ടിൽ നിന്നൊരു ഷൂ റാക്ക് ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് വീട്ടിലെത്തിയിട്ടുണ്ട് കേട്ടോ. ഇതാണ് ആ സാധനം. അപ്പോൾ ഇതിൻ്റെ ഒരു അൺബോക്സിങ് വീഡിയോ ആണ് കേട്ടോ. അപ്പോൾ ഇതെങ്ങനെയാണ്, എന്താണ് ഇതിൻ്റെ ക്വാളിറ്റിയും കാര്യങ്ങളൊക്കെ ഒന്ന് ചെക്ക് ചെയ്ത് നോക്കാം. അപ്പോൾ ഈ ഒരു സാധനങ്ങളൊക്കെ കേട്ടോ ഇതിലൊരു ചുറ്റികയൊക്കെ ഉണ്ട്. ഒരു മരത്തിൻ്റെ ഒരു ചെറിയൊരു ചുറ്റിക കാണാണ്ട്. ഇത് ലോക്കാണ്, അതിൻ്റെ ലോക്കാണ്, നമുക്ക് സെറ്റ് ചെയ്യാനുള്ള ലോക്കുകളാണ്. അപ്പോൾ ആദ്യം നമുക്കിതൊക്കെ ഒന്ന് എണ്ണി നോക്കണം, എല്ലാ സാധനവും ഉണ്ടോ എന്നൊക്കെ ഒന്ന് എണ്ണി നോക്കണം കേട്ടോ. അപ്പോൾ അതൊക്കെ ഒന്ന് എണ്ണി നോക്കാം നമുക്ക്. എല്ലാത്തിൻ്റെ എണ്ണ ഇതിൽ കൊടുത്തിട്ടുണ്ട് കൃത്യമായിട്ട്. അപ്പോൾ അതൊക്കെ ഉണ്ടോ നമുക്ക് ആദ്യം നോക്കട്ടെ. അപ്പോൾ നമ്മൾ 5 തട്ടാണ്, 5 തട്ടിൻ്റെ ഇതാണ് വാങ്ങിയിരുന്നത്. പിന്നെ നമുക്കിത് സെറ്റ് ചെയ്യുന്നത് എങ്ങനെയാണെന്ന് നോക്കട്ടോ. അത് സെറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഇതാ ആദ്യം ഒരു ഷീറ്റ്, വലിയ ഷീറ്റ് ഒന്ന് എടുത്തിട്ടുണ്ട്. അതിൻ്റെ 4 മൂലയിലും ഇതിൻ്റെ ലോക്കൊന്ന് സെറ്റ് ചെയ്യണം. ഇതുപോലെയാണ് അടിഭാഗം സെറ്റ് ചെയ്യുന്നത്. എല്ലാ ഭാഗവും ഇതുപോലെ അല്ല കേട്ടോ സെറ്റ് ചെയ്യേണ്ടത്. അടിഭാഗം ഇതുപോലെ ഞാൻ സെറ്റ് ചെയ്യുന്നുണ്ട്. അവരുടെ ഒരു നോട്ടീസിൽ എല്ലാ ഭാഗവും ഒരുപോലെയാണ് സെറ്റ് ചെയ്യുന്ന കാണിക്കുന്നത്. ഞാനിതിൻ്റെ അടിഭാഗം ഇതുപോലെയാണ് കേട്ടോ സെറ്റ് ചെയ്തേക്കണേ. ഈ ഒരു രീതിയിലാണ് അടിഭാഗം സെറ്റ് ചെയ്യുന്നത്. ഇങ്ങനെ വെച്ചിട്ട് 4 ഭാഗവും വെച്ചിട്ട് അതിൻ്റെ 2 സൈഡ് ഭാഗം ഇതുപോലെ ഈ ഒരു ലോക്കിലേക്കൊന്ന് കുടുക്കി കൊടുക്കട്ടോ. ഇതൊന്ന് അമർത്തി, നല്ല രീതിയിൽ അമർത്തി കൊടുക്കണ്ട. അപ്പോൾ ആ ലോക്കിലൊന്ന് ഫിറ്റ് ആവുള്ളൂ. അതിന് വേണ്ടിയിട്ടാണ് ആ ചുറ്റിക നമുക്ക് തന്നത്. അത് അടിച്ച് അതിലേക്കൊന്ന് ഇറക്കി വെക്കാൻ വേണ്ടിയിട്ട്. ചുറ്റികയുടെ ആവശ്യമൊന്നുമില്ല, നല്ല രീതിയിൽ അമർത്തി ഒന്ന് പ്രസ് ചെയ്താൽ അതിൽ നല്ല രീതിയിൽ തന്നെ നിൽക്കുന്നുണ്ട്. അതുപോലെ തന്നെ നല്ല ക്വാളിറ്റി ഉള്ള സാധനം കേട്ടോ. അപ്പോൾ ഇതുപോലെ 3 ഭാഗത്തും ഇത് സെറ്റാക്കി എടുത്തിട്ടുണ്ട് കേട്ടോ. ഇനി ഇതിൻ്റെ ആദ്യം നമ്മൾ അടിഭാഗം ഇതുപോലെയായിരുന്നു വെച്ചിരുന്നത്. ഇനി അങ്ങനെയല്ല കേട്ടോ, ഇങ്ങനെയാണ് ഇനി മുതൽ വെക്കേണ്ടത്. ഇനിയുള്ള ഭാഗങ്ങൾക്കൊക്കെ ഈ ഒരു കോണ് മുന്നിലേക്ക് വരുന്ന പോലെ ഇതുപോലെ ആ ഒരു പരന്ന ഭാഗം ബാക്ക് ഭാഗത്തേക്ക് നമ്മൾ അടിയിൽ വെച്ചിരുന്ന അടിഭാഗത്തേക്കായിരുന്നു. ഇവിടെ നമ്മൾ നേരെ ചെരിച്ചാണ് വെക്കുന്നത്. ഇതുപോലെ ചെരിച്ചാണ് വെക്കേണ്ടത്. അപ്പോൾ ഇനി മേലേക്കുള്ള തട്ടുകളൊക്കെ അതിലേക്ക് സെറ്റ് ചെയ്യാൻ പറ്റുള്ളൂ കേട്ടോ. അപ്പം മുൻഭാഗത്തു നിന്ന് അങ്ങോട്ടും ബാക്ക് വശത്തു നിന്ന് ഇങ്ങോട്ടുമായിട്ടാണ് സെറ്റ് ചെയ്യേണ്ടത് കേട്ടോ. ഇങ്ങനെയാണ് ഇനിയുള്ള ഓരോ ലോക്കും ഇവിടെ കൊടുക്കേണ്ടത്. അപ്പോഴാണ് നമുക്ക് ഓരോ തട്ടും അതിലേക്ക് കുടുക്കി പോരാൻ കഴിയുള്ളൂ കേട്ടോ. അപ്പോൾ ഇനി ഈ ഒരു കാര്യം മാത്രം ശ്രദ്ധിച്ചാൽ മതി കേട്ടോ. അപ്പോൾ മുൻഭാഗത്ത് നമുക്ക് ലാസ്റ്റ് കൊടുക്കാം. അപ്പോൾ ഇനി ആ ഒരു ലോക്കിൻ്റെ സൈഡിലേക്ക് ഈ ഒരു കോണിലേക്ക് ഇതുപോലെ ഓരോ തട്ടും കുടുക്കി കൊടുത്താൽ മതി കേട്ടോ. ഇതുപോലെ കുടുക്കിയിട്ട് ഇനി മുന്നിലുള്ള ലോക്കും നമുക്ക് ഒന്ന് കുടുക്കി കൊടുക്കാം കേട്ടോ. മുൻഭാഗത്തുള്ള ഈ ഒരു ലോക്കും കൂടി ഇതുപോലെ കുടുക്കി കൊടുക്കാം. ആ ഒരു കോണായിട്ട് 2 ഇതും കൂടി സെറ്റാക്കിയിട്ട് ഇതുപോലെയാണ് പ്രസ് ചെയ്ത് കൊടുക്കാം കേട്ടോ. ഇങ്ങനെ പ്രസ് ചെയ്ത് കൊടുക്കുക. അപ്പം ഇത്രയേ ഉള്ളൂ കേട്ടോ. ഇത്ര പണിയുള്ളൂ. നമുക്ക് സിമ്പിളായിട്ട് തന്നെ കൊടുക്കാൻ കഴിയും കേട്ടോ. ഇതാണ് അതിൻ്റെ മുന്നിൽ വരുന്ന ഡോർ കേട്ടോ. ഇനി ഡോറ് ഇതുപോലെ ഇതിൻ്റെ അടിഭാഗത്തു നിന്ന് ഈ ഒരു രീതി ലോക്കിലേക്ക് ഇതുപോലെ കുടുക്കി കൊടുത്താൽ അതവിടെ സെറ്റായിട്ടോ. അപ്പോൾ ഒരു തട്ട് ശരിയായിട്ടുണ്ട് കേട്ടോ. ഒരു തട്ട് ശരിയായിട്ടുണ്ട്. ഇനി ഇതിൻ്റെ മേപ്പോട്ട് ഇതിമൽ തന്നെ ഇതുപോലെ ഇങ്ങനെ ഓരോ സെറ്റും ഇങ്ങനെ കുടുക്കി പോരട്ടോ. ഇനി ഇങ്ങനെ ഇതേ രീതിയിൽ ഇപ്പം നമ്മൾ ലോക്ക് എങ്ങനെയാണോ കുടുക്കുക അതേ രീതിയിൽ മേപ്പോട്ട് ഓരോ ലോക്കും കുടുക്കിയിട്ട് ഓരോ ഷീറ്റും അതിലേക്ക് കുടിക്കുന്നത്. നല്ല ക്വാളിറ്റി ഉണ്ട് കേട്ടോ. കുഴപ്പമില്ല. നല്ല കുറച്ച് അത്യാവശ്യം ഉറപ്പുള്ളൊരു സൈസ് ഷീറ്റാണ്. നല്ല ക്വാളിറ്റി തന്നെ ഉണ്ട് കേട്ടോ.
അപ്പോൾ അതാ നമ്മുടെ ഷൂ റാക്ക് ഇവിടെ സെറ്റായിട്ടുണ്ട് കേട്ടോ. കാണാൻ നല്ല ഭംഗിയുണ്ട് കേട്ടോ. കാണാൻ എനിക്ക് വളരെയധികം ഇഷ്ടപ്പെട്ടിട്ടുണ്ട്. കാണാൻ നല്ല ലുക്ക് ഉണ്ട്. ഇത് നമുക്ക് ഷൂ റാക്കായിട്ട് മാത്രമല്ല കേട്ടോ യൂസ് ചെയ്യാൻ, നമുക്ക് കുട്ടികളുടെ ഡ്രസ്സൊക്കെ ഇടാൻ വേണ്ടിയിട്ടുള്ള ചെറിയൊരു അലമാര പോലെയൊക്കെ യൂസ് ചെയ്യാം കേട്ടോ. നല്ല ഭംഗിയുണ്ട് കാണാൻ. ഇത് ഒന്നുമില്ല, സെറ്റ് ചെയ്യാൻ നമുക്ക് ശ്രദ്ധിക്കേണ്ട കാര്യം, അടിഭാഗം ഇതുപോലെ സെറ്റ് ചെയ്താലും കുഴപ്പമൊന്നുമില്ല. സൈഡ് ബാക്കിയുള്ളതൊക്കെ നമ്മൾ ഈ ഒരു രീതിയിൽ, ഈ ഒരു ചെരിച്ച് അങ്ങോട്ട് ഇതായിട്ടുള്ള രീതിയിൽ തന്നെ സെറ്റ് ചെയ്യണം കേട്ടോ. ഇനി അടിഭാഗം അങ്ങനെ സെറ്റ് ചെയ്ത് വിചാരിച്ച് പ്രശ്നമൊന്നുമില്ല. ഏതായാലും എനിക്ക് വളരെയധികം ഇഷ്ടപ്പെട്ടു കേട്ടോ. കാണാൻ നല്ല ഭംഗിയുണ്ട്. അത്യാവശ്യം ഉറപ്പുണ്ട്. ഷൂ ഒക്കെ വെക്കാൻ പറ്റിയൊരു ഉറപ്പുള്ളൊരു സാധനമാണ്. എനിക്ക് നല്ല ഭംഗിയായിട്ട് എനിക്ക് നല്ല ഇഷ്ടപ്പെട്ടു ഈ പ്രൊഡക്റ്റ്. വെയിറ്റുമില്ല, കാണാൻ നല്ല ഭംഗിയുണ്ട്. ഇത് നമ്മൾ ഫ്ലിപ്കാർട്ടിൽ നിന്നാണ് വരുത്തിയത്. ഇതിന് 1367 രൂപ കേട്ടോ റേറ്റ് വരുന്നത്. ഇതിൻ്റെ തന്നെ 1500 രൂപേൻ്റെ ഒക്കെ റേറ്റുള്ള സാധനങ്ങളൊക്കെ ഉണ്ട്. പക്ഷേ ഞാൻ അതിൽ 1367 രൂപേൻ്റെ സാധനമാണ് ഓർഡർ ചെയ്തത്. ഇത് തന്നെ നല്ല അത്യാവശ്യം നല്ല ക്വാളിറ്റി ഉണ്ട് കേട്ടോ. ഏതായാലും ഇത് നമ്മൾ ഇവിടെ കൊണ്ടുപോയി വെച്ചിട്ട് നമ്മുടെ ഷൂ ഒക്കെ ഇനി ഒന്ന് താൽക്കാലികമായിട്ട് ഞാനിത് ഇവിടെ ആയിട്ട് വെക്കുന്നത്. പിന്നെ ഒന്ന് വെക്കാനുള്ള സൗകര്യം പോലെ അങ്ങോട്ട് വെക്കേണ്ടതൊക്കെ മാറ്റി വെക്കാം. അപ്പോൾ താൽക്കാലികമായിട്ട് ഇവിടെ വെക്കുന്നുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ഈ ഷൂ റാക്ക് വേണമെന്നുണ്ടെങ്കിൽ അതിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ ഇടുന്നുണ്ട് കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ ഉപകാരപ്രദമായിരിക്കുന്നു എന്ന് കരുതുന്നു. അപ്പോൾ മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. ബൈ.